ദൈവത്തിൻ്റെ സ്നേഹം ആർക്ക് വർണ്ണിക്കാൻ കഴിയും? ഫിലോസഫേഴ്സ്, കവികൾ, എഴുത്തുകാർ, അവർക്കൊക്കെ വർണ്ണിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഞാൻ അനുഭവിച്ച, ഞാൻ മനസ്സിലാക്കിയ ദൈവമുണ്ടല്ലോ, ക്രിസ്തു ഉണ്ടല്ലോ, ആ ഒരു ഫീലിങ്സിൻ്റെ അത്രയും എനിക്ക് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റോ, ചോസനോ, ജീസസ് ഫിലിമോ കണ്ടിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഓഫ് കോഴ്സ് അതൊക്കെ ബ്രില്യൻ സിനിമകൾ തന്നെയാണ്, ഞാനത് കണ്ട് ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ഉൾക്കണ്ണാൽ കണ്ടതിൻ്റെ 1000-1 ഫീലിംഗേ സിനിമയ്ക്ക് തരാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അതിൻ്റെ ക്രിയേറ്റേഴ്സിന് ക്രിസ്തുവിനെ വർണ്ണിക്കുന്നതിൽ പരിമിതികളുണ്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഇവിടെ ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗമാണ്. സ്വർഗത്തിലേക്കുള്ള ദൂരം എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല, കാരണം നമ്മളാരും ഇതുവരെ സ്വർഗത്തിൽ പോയിട്ടില്ലല്ലോ. പക്ഷേ അതനുഭവിച്ചവന് അതറിയാം. നമ്മുടെ മുമ്പിലിരുന്ന് ഒരാൾ ഫുഡ് കഴിക്കുകയാണ്, അയാൾ വർണ്ണിക്കുന്നുണ്ട് ആ ഭക്ഷണത്തെക്കുറിച്ച്, ഇറ്റ്സ് ഡെലീഷ്യസ്, ട്രെമൻഡസ്, യമ്മി. പക്ഷേ അയാൾ എത്ര വർണ്ണിച്ചാലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല അൺലെസ് വി ടേസ്റ്റ് ഇറ്റ്. സോ എനിക്ക് പറയാനുള്ളത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. ആമേൻ.